ഹലോ നല്ല നമസ്കാരം. ഓ റോമിയോ വിശാൽ ഭരദ്വാജും ഷാഹിദ് കപൂറും കൂട്ടുകെട്ടിൽ പിറന്ന ഓ റോമിയോ 1995 മുംബൈയിലെ അധോലോകത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഷാഹിദ് കപൂർ അവതരിപ്പിക്കുന്ന ഹുസൈൻ ഉസ്താര എന്ന വാടക കൊലയാളിയെ കേന്ദ്രീകരിച്ചാണ് കഥ നീങ്ങുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി സഹായം തേടി അഫ്ഷാൽ ഉസ്താരയെ സമീപിക്കുകയാണ്. ഇവരുടെ ബന്ധവും തുടർന്നുണ്ടാകുന്ന ഒരുപാട് ട്വിസ്റ്റുകൾ ഒക്കെ നിറഞ്ഞ ഒരു ഗംഭീര സിനിമ. ഇതാണ് ഇതിൻ്റെ കാതൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 90കളുടെ കാലഘട്ടത്തിൽ മുംബൈയിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അധോലോക സംഘർഷങ്ങളെയും വ്യക്തിപരമായി പ്രതികാരങ്ങളും സിനിമയ്ക്ക് വളരെയധികം 90കളിലെ പല സംഭവങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഗംഭീരമായ ഒരു സിനിമയാണ് ഓ റോമിയോയിൽ മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അഭിനയം നോക്കുമ്പോൾ വിശാൽ ഭരദ്വാജ്, കമീന ഹൈദർ എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം വിശാൽ ഭരദ്വാജ് വീണ്ടും തൻ്റെ മാന്ത്രികത തെളിയിച്ചിരിക്കുന്നു. ഡാർക്ക് സിനിമകളിലെ കവിത പോലെ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശൈലി ഈ ചിത്രത്തിലും വളരെ വ്യക്തമാണ്. ഷാഹിദ് കപൂറിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമൊന്നായി ഇതിനെ വിലയിരുത്തപ്പെടുന്നുണ്ട്. കബീർ സിംഗിനേക്കാൾ തീവ്രതയുള്ള ഒരു ടോക്സിക് മെയിൽ വേഷമാണ് ഇതിലെ ഉസ്താര. അതോടൊപ്പം തന്നെ തൃപ്തി ദിമർത്തി വളരെ നിസ്സംഗതയായ അതേസമയം പ്രതികാര ബുദ്ധിയും ഒരേപോലെ പ്രതിഫലിപ്പിക്കുന്ന അഫ്ഷാൽ എന്ന് പറയുന്ന വേഷം തൃപ്തി മനോഹരമാക്കി. അതോടൊപ്പം തന്നെ വില്ലനായി എത്തുന്ന അവിനാഷ് തിവാരി സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ രസിപ്പിക്കുന്ന ഒരു മികച്ച പ്രകടനം. പിന്നെ നാനാ പടേക്കർ, അദ്ദേഹം കുറച്ച് ഇതാണെങ്കിൽ പോലും നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ നമ്മുടെ തമന്ന ഭാട്ടിയ, ആ തമന്നയെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും എന്തൊക്കെയോ ഒരു സംഭവം ഉണ്ടെന്ന്. അത് വിശദമായിട്ട് ഞാൻ പറയാം. പിന്നെ ഈ സിനിമ എ സർട്ടിഫിക്കറ്റുമാണ്. ഒരുപാട് ബ്രൂട്ടലായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഒരുപാട് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അതിന് എ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. പിന്നെ ആദ്യ പകുതിയിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നതിനുള്ള സമയം എടുക്കുന്നത് കൊണ്ട് രണ്ടാം പകുതി വളരെയധികം ഫാസ്റ്റാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് സസ്പെൻസ് നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ സെക്കൻഡ് ഹാഫിൽ നല്ല ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. ഷാഹിദ് കപൂറിൻ്റെ തിയേറ്ററിനുള്ളിലെ ആക്ഷൻ സീക്വൻസ് കിട്ടില്ല. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നമ്മുടെ കുച്ചു കുച്ചു ആ ഒരു ഇതുണ്ടല്ലോ, ആ പാട്ട് ഇട്ടിട്ട് എന്ത് കിടില ആക്ഷൻ ആണ്. കിടില്ല എന്ന് വെച്ചാൽ കിടില്ല. എനിക്ക് തോന്നുന്നത് ഇതിൽ ഒരു 3 പാട്ടോളം ഇതിന് വേണ്ടി മാത്രമായിട്ട് ആക്ഷൻ സീക്വൻസിന് വേണ്ടി മാത്രമായിട്ട് ബാക്കിൽ പാട്ട് ഇട്ടിട്ട് ആക്ഷൻ ചെയ്തു. ആക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 5 6 ഉണ്ട് ആക്ഷൻ. പാട്ടും അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള പാട്ട്. ഞാൻ ഒരു 6 വരെ പാട്ട് എണ്ണി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പാട്ടൊന്നും എണ്ണിയില്ല. പിന്നെ ഇൻ്റർവെൽ ബ്ലോക്കിലെ അപ്രതീക്ഷിതമായിട്ടുള്ള ആ ട്വിസ്റ്റ്, പിന്നെ ക്ലൈമാക്സ് ഒരു ആക്ഷൻ രംഗവും കിട്ടില്ല. അതിൻ്റെ പാട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഉള്ളൊരു സാധനം. പിന്നെ വിശാൽ ഭരദ്വാജ് തന്നെയാണ് ഇതിൻ്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. സിനിമയുടെ മൂഡിന് ചേരുന്ന ആ ഒരു കിടിലം, ആ റോമിയോ എന്ന് പറയുന്ന ആ പാട്ട് നല്ല നല്ല ഭംഗിയുള്ള പാട്ട്, നല്ല കേട്ടിരിക്കാൻ പറ്റിയൊരു സാധനം. അതിൻ്റെ പിന്നെ സീനുകളും ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ക്ലൈമാക്സിലെ ആ ഒരു ആക്ഷൻ രംഗം നല്ല ഇമോഷൻ രംഗമായിട്ട് അതിനെ എടുത്തു വയ്ക്കാൻ നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. നല്ല സംഗീതം കൊടുത്തിട്ടുണ്ട്. നല്ല സിനിമയുടെ മൂഡിനനുസരിച്ചിട്ടുള്ള നല്ല കിടിലം. ആഷിക്കെ കോളനി, ഹം തോം തേരാ ഹിലി, അതോടൊപ്പം തന്നെ ഓ റോമിയോ, അങ്ങനെയുള്ള 2-3 പാട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള നല്ല പിന്നെ ഒരു ഒരു ഗംഭീരമായിട്ടുള്ള ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം 95 ആ കാലഘട്ടത്തിലെ ആ ഒരു മുംബൈയെ പുനരാവിഷ്കരിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെ ഗംഭീരമായിട്ട് ആർട്ട് വർക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിൻ്റെ തമന്നയുടെ ഒരു ഇതിൽ നോക്കുമ്പോൾ തമന്നയുടെ കഥ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സംതിങ് മിസ്റ്റേക്കായിട്ട് തുടക്കത്തിൽ തന്നെ തമന്നയുടെ എൻട്രി കാണിക്കുമ്പോൾ തന്നെ ഒരു ഇത് തോന്നി എനിക്ക്. എന്തോ സംതിങ് റോങ്.
പക്ഷേ അത് ക്ലൈമാക്സിൽ വരുമ്പോൾ ഒരു ഗംഭീരമായിട്ട് ഒരു ട്വിസ്റ്റ് സാധനം. അത് ഗംഭീരമായിരുന്നു. എനിക്ക് വില്ലൻ്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം കിടിലമാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഈ വില്ലന്മാരുടെ പേര് പറയുമ്പോൾ ഈ ആനയുടെ ചിഹ്നം വിളി ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഒരു 2, 3 തവണ അങ്ങനെ വില്ലന്മാരുടെ പേര് പറയുമ്പോൾ ഇത് ഇങ്ങനെ ചിഹ്നം വിളിയാണ്, ആനയുടെ ചിഹ്നം വിളിയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കുറേ ഫ്ലൂട്ടിൻ്റെ കുറേ ബീറ്റുണ്ട്. കിടിലം സാധനം, കിടിലം എന്ന് വെച്ചാൽ കിടിലം. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് നോക്കുമ്പോൾ ഇതിൻ്റെ സിനിമയുടെ ദൈർഘ്യം തന്നെയാണ് ഇതിലെ വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. 3 മണിക്കൂറോളം നീളുന്ന സിനിമ പിന്നെ അല്പം തുടക്കത്തിൽ വലിച്ചു നീട്ടിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ബാക്കി അങ്ങോട്ട് ഓക്കെയാണ്. പിന്നെ ആദ്യ പകുതിയിൽ ഒരുപാട് പാട്ട്, ഒരു 4 എണ്ണം വരെ 4 പാട്ട്, അതോടൊപ്പം തന്നെ ഐറ്റം ഡാൻസ്, അത് ഒക്കെ സിനിമയുടെ ആ ഒരു ക്യൂട്ട്നെസ്സിനെ അല്ലെങ്കിൽ അതിൻ്റെ സീരിയസ്നെസ്സിനെ അത് ഇല്ലാതാക്കിയെന്ന് തോന്നുന്നു. പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടത്ര മാർക്കറ്റിംഗ് നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ അത്ര ഒരു മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഇൻ്റർവ്യൂകളോ ഒന്നും ഞാൻ കണ്ടില്ല. പിന്നെ എന്താ പറയുക, ഒരു കിടിലം ഗാങ്സ്റ്റർ മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൽ ഒരിക്കലും ഒരു പ്രണയം സെക്കൻഡാണ്. കാരണം ലക്ഷ്യമാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട്. അതിൻ്റെ സെക്കൻഡ് ഇതാ മാത്രമാണ് പ്രണയമായിട്ട് എല്ലാവർക്കും ഉള്ളത്. ബാക്കി ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ സാധനം, ഇതൊരു നല്ലൊരു ഗംഭീരമായിട്ടുള്ളൊരു ഹിറ്റ് സിനിമയാണ്. പിന്നെ ഫാമിലിയായിട്ടൊന്നും പോയി കാണാൻ നിൽക്കണ്ട, ഒറ്റയ്ക്കൊക്കെ പോയി കാണുക. കാരണം വയലൻസിൻ്റെ ഹൈ സാധനമാണ്. അതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, ഒറ്റയ്ക്കൊക്കെ പോയി കാണുക. അല്ലെങ്കിൽ ഫാമിലിയെ മക്കളെ കൂട്ടാതെ പോകുക. 18 വയസ്സിന് എ സർട്ടിഫിക്കറ്റാണ്. എ സർട്ടിഫിക്കറ്റ് മീൻസ് എല്ലാ സാധനവും ഉണ്ട്. ആക്ഷൻ, പിന്നെ എ ആണെങ്കിൽ എ, എല്ലാ സാധനവും അത് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന് എ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഗ്യാങ് വാറ് കാണാൻ പറ്റാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ സിനിമ തീർച്ചയായും പോയി തിയേറ്ററിൽ കാണാം. സിനിമ 3 മണിക്കൂർ 2 മണിക്കൂർ 59 മിനിറ്റ് ഉണ്ട്. 3 മണിക്കൂറും സിനിമയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിനിമയ്ക്ക് അത്രയും സമയം സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ പോയി കാണുക. നല്ലൊരു അനുഭവം തന്നെയായിരിക്കും എന്ന് ഉറപ്പ് പറയുന്നു. താങ്ക് യു.